ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള PSC പരീക്ഷ ഗുണപ്രദമാകുന്ന രീതിയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. വരാൻ പോകുന്ന ASMന് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച വീഡിയോ ക്ലാസ് സീരീസിലെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല എവിടെയാണ് നിലവിൽ വരാനായിട്ട് പോകുന്നത് എന്നൊരു ചോദ്യം ചോദിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല നിലവിൽ വരാനായിട്ട് പോകുന്നത് ഗുജറാത്തിലാണ് നിലവിൽ വരുന്നത്. ഗുജറാത്തിൽ എവിടെയാണെന്ന് വെച്ചാൽ ആനന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് നിലവിൽ വരുന്നത്. നമുക്കറിയാം അമൂൽ ഒക്കെ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ് ആനന്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ആനന്ദിലാണ് ഈ പറയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല തുടക്കമിടുന്നത്. അപ്പോൾ ഇതിൻ്റെ തറക്കല്ലിട്ടത് ആരാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അമിത്ഷായാണ്. ഈ പറയുന്ന സഹകരണ സർവകലാശാലയുടെ തറക്കല്ലിട്ടത് ആരാന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അമിത്ഷായാണ് തറക്കല്ലിട്ടത്. അപ്പോൾ അമിത്ഷാ ആരാണ്? നിലവിൽ നമ്മുടെ കേന്ദ്ര സഹകരണ മന്ത്രിയാണ്, അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രിയുമാണ്. അപ്പോൾ ആഭ്യന്തരമന്ത്രിയാണ്, അതോടൊപ്പം തന്നെ സഹകരണ മന്ത്രിയാണ് അമിത്ഷാ. അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല ഗുജറാത്തിലെ ആനന്ദ് കേന്ദ്രീകരിച്ചാണ് തുടക്കം കുറിക്കുന്നത്. അതിൻ്റെ തറക്കല്ലിട്ടതാരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അമിത്ഷായാണ്. ഇത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ രണ്ടാമത്തെ ചോദ്യമായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് ക്രൊയേഷ്യയിലെ സാഗ്രബ് വേദിയായ 2025 ഗ്രാൻഡ് ചെസ് ടൂർ റാപ്പിഡ് ആൻഡ് ബ്ലീറ്റ്സിൽ ചാമ്പ്യനായതാരെന്നാണ് നമ്മുടെ ചോദ്യം. നമ്മുടെ ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിലെ സാഗ്രബ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് 2025 ഗ്രാൻഡ് ചെസ് ടൂർ റാപ്പിഡ് ആൻഡ് ബ്ലീറ്റ്സ് നടന്നത്. അതിൽ ചാമ്പ്യനായതാരെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഡി ഗുഗേഷ് ആണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരേണ്ടത് ഡി ഗുഗേഷ് എന്നാണ് ഉത്തരമായിട്ട് വരിക. ഡി ഗുഗേഷ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ നമ്മളോട് പറഞ്ഞെന്താണ്? ക്രൊയേഷ്യയിലെ സാഗ്രബ് വേദിയായിട്ടുള്ള 2025 ഗ്രാൻഡ് ചെസ് ടൂർ റാപ്പിഡ് ആൻഡ് ബ്ലീറ്റ്സിൽ ചാമ്പ്യനായതാരെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡി ഗുഗേഷ് ആണ്. ഡി ഗുഗേഷ് ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്ക് പുനർനിർവചിക്കുന്നതിനായിട്ട് വിജ്ഞാൻ കേരളയുമായിട്ട് സഹകരിച്ച് കുടുംബശ്രീ ആരംഭിക്കുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ട്. ആ ക്യാമ്പയിൻ്റെ പേരെന്തെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. സംസ്ഥാനത്തെ തൊഴിൽ ശക്തി സ്ത്രീ പങ്കാളിത്തം പുനർനിർവചിക്കാനായിട്ട് കുടുംബശ്രീയും അതുപോലെ തന്നെ വിജ്ഞാൻ കേരളയും ചേർന്നിട്ട് ആരംഭിക്കുന്ന ക്യാമ്പയിൻ്റെ പേരെന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഓണത്തിന് 1 ലക്ഷം തൊഴിലവസരങ്ങൾ എന്നതാണ്. ഓണത്തിന് 1 ലക്ഷം തൊഴിലവസരങ്ങൾ എന്നതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 1 ലക്ഷം തൊഴിലവസരങ്ങൾ. അപ്പോൾ ഓണത്തിന് 1 ലക്ഷം തൊഴിലവസരങ്ങൾ എന്നതാണ് സംസ്ഥാനത്തെ തൊഴിൽ ശക്തിയിൽ സ്ത്രീ പങ്കാളിത്തം പുനർനിർവചിക്കാനായിട്ട് കുടുംബശ്രീയും വിജ്ഞാൻ കേരളയും ചേർന്ന് തുടക്കം കുറിച്ച ക്യാമ്പയിൻ്റെ പേര് എന്ന് പറയുന്നത്. ഓണത്തിന് 1 ലക്ഷം തൊഴിലവസരങ്ങൾ എന്നതാണ്. നമ്മൾ അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണ് നിലവിൽ വരുന്നതെന്നാണ്. ഇത് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളതാണ്. ഉത്തരമായിട്ട് വരുന്നത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇതിൻ്റെ ഉദ്ഘാടനം ജൂലൈ 15-നാണ്. അതായത് ഇന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം വരുന്നത്. എന്നാണ് ജൂലൈ മാസം 15-ാം തീയതിയാണ്. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത ലോക പ്ലാസ്റ്റിക് സർജറി ദിനമാണ്. ജൂലൈ 15 ലോക പ്ലാസ്റ്റിക് സർജറി ദിനം എന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. അതേപോലെ തന്നെ ഉദ്ഘാടനം ലോക പ്ലാസ്റ്റിക് സർജറി ദിനമായ ജൂലൈ 15-നാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിൻ്റെ ഉദ്ഘാടനം ജൂലൈ 15-നാണ്. അതേപോലെ തന്നെ ലോക പ്ലാസ്റ്റിക് സർജറി ദിനമാണ് അന്നാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിശ്ചയിച്ചത്. അതേപോലെ തന്നെ സ്കിൻ ബാങ്ക് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് അവിടെയാണ്. ഉത്തരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഇതിൻ്റെ ഉദ്ഘാടനം ജൂലൈ 15-നാണ്. അതേപോലെ തന്നെ ഇത് ലോക പ്ലാസ്റ്റിക് സർജറി ദിനം കൂടിയാണ് ഈ പറയുന്ന ജൂലൈ 15. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അണ്ടർ 19 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാരെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് നമ്മുടെ ഇന്ത്യയുടെ വൈഭവ് സൂര്യവംശിയാണ്. ഉത്തരമായിട്ട് വരേണ്ടത് വൈഭവ് സൂര്യവംശിയാണെന്ന കാര്യം ഓർത്തിരിക്കാം. ഇംഗ്ലണ്ടിനെതിരെ അണ്ടർ 19 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ 4-ാം മത്സരത്തിലാണ് വൈഭവ് സൂര്യവംശി റെക്കോർഡ് സെഞ്ചുറി സ്വന്തമാക്കിയത്. അദ്ദേഹം 78 പന്തിൽ നിന്ന് 143 റൺസാണ് നേടിയത്. 143 റൺസാണ് നേടിയത്. ഏത് ടീമിനെതിരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലണ്ടിനെതിരാണെന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അണ്ടർ 19 പ്രത്യേകം ശ്രദ്ധിക്കുക. അണ്ടർ 19 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് ആര്? വൈഭവ് സൂര്യവംശി.
78 പന്തിൽ 143 റൺസ് നേടി. ഒപ്പം ഏത് രാജ്യത്തിനെതിരായിട്ട് നടന്ന മത്സരമാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന മത്സരമാണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്തത് നമ്മളിവിടെ പരിചയപ്പെടുന്നത് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് US ടാക്സ് ബജറ്റ് ബില്ലിനെ വിശേഷിപ്പിച്ചതാരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് US ടാക്സ് ബജറ്റ് ബില്ലിനെ വിശേഷിപ്പിച്ചത് ആരെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. ആരാണ് വിശേഷിപ്പിച്ചത്? ഡൊണാൾഡ് ട്രംപ് ആണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന കാര്യം ഓർത്തിരിക്കുക. ഡൊണാൾഡ് ട്രംപാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ആണ് നമ്മുടെ US ടാക്സ് ബജറ്റ് ബില്ലിനെ എങ്ങനെ വിശേഷിപ്പിച്ചത്? ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന് US ടാക്സ് ബജറ്റ് ബില്ലിനെ വിശേഷിപ്പിച്ച ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇത് നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മരീചർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബഹിരാകാശ ദൗത്യമുണ്ട്. നമ്മുടെ ജർമ്മൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ദ എക്സ്പ്ലോറേഷൻ കമ്പനിയുടെ മരീചർക്ക് വേണ്ടിയിട്ടുള്ള ബഹിരാകാശ ദൗത്യത്തിൻ്റെ പേരെന്നതാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് മിഷൻ പോസിബിൾ എന്നാണ്. എന്താണ് ആ ഒരു ദൗത്യത്തിൻ്റെ പേര്? മിഷൻ പോസിബിൾ എന്നാണ് ദൗത്യത്തിന് പേര്. അപ്പോൾ ജർമ്മൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ദ എക്സ്പ്ലോറേഷൻ എന്ന കമ്പനി. അപ്പോൾ ആ ഒരു കമ്പനിയുടെ പേരാണ് ദ എക്സ്പ്ലോറേഷൻ. അപ്പോൾ ദ എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ മരീചർക്ക് വേണ്ടിയിട്ടുള്ള ബഹിരാകാശ ദൗത്യമാണ് മിഷൻ പോസിബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് മിഷൻ പോസിബിൾ എന്ന് പറഞ്ഞാൽ ജർമ്മൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ദ എക്സ്പ്ലോറേഷൻ കമ്പനിയുടെ മരീചർക്ക് വേണ്ടിയിട്ടുള്ള ബഹിരാകാശ ദൗത്യമാണ് മിഷൻ പോസിബിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്തൊരു ചോദ്യം, സാർക്കോമ ക്യാൻസർ അവബോധ മാസം ഏതാണെന്ന് ചോദിക്കും. സാർക്കോമ ക്യാൻസർ അവബോധ മാസം ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അത് ജൂലൈ മാസമാണ്. അപ്പോൾ ഏത് മാസമാണ് സാർക്കോമ ക്യാൻസർ അവബോധ മാസം? ജൂലൈ മാസമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ജൂലൈ മാസമാണ്. ഇനി അടുത്ത ചോദ്യം, ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമാറ്റിക്സ് വികസിപ്പിച്ചെടുത്ത ഉയർന്ന ശേഷിയുള്ള സ്വിച്ച് റൂട്ടർ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമാറ്റിക്സ് വികസിപ്പിച്ചെടുത്ത ഉയർന്ന ശേഷിയുള്ള സ്വിച്ച് റൂട്ടർ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഇതിന് നൽകിയിരിക്കുന്ന പേര് സാക്ഷം 3000 എന്നാണ്. സാക്ഷം 3000 എന്നാണ് പേര്. സാക്ഷം 3000 ഇത് സ്വിച്ച് റൂട്ടറാണെന്ന് കാര്യം ഓർത്തിരിക്കുക. ഇത് ഡെവലപ്മെൻറ്റ് ഓഫ് ടെലിമാറ്റിക്സ് സി ഡോട്ട് അത് വികസിപ്പിച്ചെടുത്ത ഉയർന്ന ശേഷിയുള്ള സ്വിച്ച് റൂട്ടറാണ് സാക്ഷം 3000 എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അടുത്ത ചോദ്യം ലോക പുകയില വിരുദ്ധ ദിനം എന്നതാണ്. ലോക പുകയില വിരുദ്ധ ദിനമാണ് മെയ് മാസം 31-ാം തീയതി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. US നടന്ന 2025 സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ ചാമ്പ്യനായ ഇന്ത്യൻ വംശജനാരെന്നാണ് നമ്മുടെ ചോദ്യം. US നടന്ന 2025 സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ ചാമ്പ്യനായ ഇന്ത്യൻ വംശജനാരെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഫൈസാൻ സാക്കിയാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഫൈസാൻ സാക്കി എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ US നടന്ന 2025 സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ ചാമ്പ്യനായ ഇന്ത്യൻ വംശജനാണ് ഫൈസാൻ സാക്കി. ഇനി അടുത്ത ചോദ്യം, 2025 മിസ് വേൾഡ് മത്സരം നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നത്. അതിൻ്റെ വേദി എവിടെയാണെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഹൈദരാബാദാണ് ഉത്തരമായിട്ട് വരേണ്ടത്. ഹൈദരാബാദ്. ഇനി ഇതിൽ ആരാണ് ഈ പറയുന്ന മിസ് വേൾഡ് ആയിട്ട് ജേതാവായത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഒപ്പാൽ സുജാത ചുങ്സ്രി എന്ന് പറയുന്ന വ്യക്തിയാണ്. നമ്മൾ ആ ഒരു പേര് ഓർത്തിരിക്കുക. ഒപ്പാൽ സുജാത ചുങ്സ്രി എന്ന പേരാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് 2025 മിസ് വേൾഡ് ആര്? ഉത്തരമായിട്ട് വരുന്ന ഒപ്പാൽ സുജാത ചുങ്സ്രി. ഇനി ഇവർ ഏത് രാജ്യക്കാരിയാണെന്ന് ചോദിച്ചാൽ തായ്ലാൻഡാണ്. രാജ്യം ചോദിച്ചാൽ തായ്ലാൻഡ് എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. കൂടെ നമ്മൾ പരിചയപ്പെട്ടത് 2025 മിസ് വേൾഡ് മത്സരം വേദിയും ഹൈദരാബാദ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ജേതാവായത് ഒപ്പാൽ സുജാത ചുങ്സ്രി എന്ന പേര് ഓർത്തിരിക്കുക. തായ്ലാൻഡാണ് അവരുടെ സ്വദേശം എന്ന കാര്യം കൂടി ഓർക്കണം. ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞത് കേരള സർക്കാർ തിരഞ്ഞെടുത്ത 2025 സ്കൂൾ പ്രവേശനോത്സവ ഗാനം ഏതെന്നാണ് നമ്മുടെ ചോദ്യം.
സ്കൂൾ പ്രവേശനോത്സവ ഗാനം രചിച്ചതാര്? സ്കൂൾ പ്രവേശനോത്സവ ഗാനം രചിച്ചതാരെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് ഭദ്രഹരിയാണ്. ഭദ്രഹരി എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥിയുടെ കവിത പ്രവേശനോത്സവ ഗാനമായിട്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ 2025 അധ്യയന വർഷത്തിലെ സ്കൂൾ പ്രവേശനോത്സവ ഗാനം രചിച്ചത് ഭദ്രഹരിയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിദ്യാർത്ഥിയുടെ കവിത പ്രവേശനോത്സവ ഗാനമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഇനി അടുത്ത ചോദ്യമായിട്ട് നൽകിയത് നാവികസാഗർ പരിക്രമയിൽ പങ്കെടുത്ത കേരളത്തിൽ നിന്നുള്ള വ്യക്തി ആര്? ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന എന്നതാണ് ഉത്തരമായിട്ട് വരിക. കെ ദിൽന എന്ന പേര് ഓർത്തിരിക്കുക. നാവിക സാഗർ പരിക്രമയിൽ നമ്മുടെ കേരളത്തിൽ നിന്നും പങ്കെടുത്ത വ്യക്തി ആരെന്ന് വെച്ചാൽ കെ ദിൽനയാണ്. നാവിക സാഗർ പരിക്രമയിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത വ്യക്തിയാണ് ആര്? ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന എന്ന പേര് ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തത് കാർഷിക മേഖലയുടെ വികസനത്തിനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ച പദ്ധതി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് വികസിത് കൃഷി സങ്കല്പ് അഭിയാനാണ്. നമ്മുടെ ആ ഒരു പദ്ധതിയുടെ പേര് ഓർക്കുക, വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ. വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ എന്നതാണ് പദ്ധതിയുടെ പേര്. ഈ ഒഡീഷയിലെ പൂരിയിൽ ഉദ്ഘാടനം ചെയ്ത് കേന്ദ്ര കൃഷി മന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് എവിടെയാണെന്ന് വെച്ചാൽ ഒഡീഷയിലാണ്. ഒഡീഷയിലെ പൂരിയിൽ വെച്ചിട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഒഡീഷയിലെ പൂരിയിൽ വെച്ചിട്ടാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കൃഷിമന്ത്രി, കേന്ദ്ര കൃഷിമന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനാണ്. ശിവരാജ് സിംഗ് ചൗഹാനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ശിവരാജ് സിംഗ് ചൗഹാൻ. അപ്പോൾ നമ്മളോട് പറഞ്ഞത് കാർഷിക മേഖലയുടെ വികസനത്തിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ. വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ ശിവരാജ് സിംഗ് ചൗഹാനാണ് ഉദ്ഘാടനം ചെയ്തത്. ഒഡീഷയിലെ പുരിയിലാണ് ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടന്നതെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അപ്പോൾ നിലവിൽ നമ്മുടെ കൃഷിമന്ത്രി ആര്? ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. ശിവരാജ് സിംഗ് ചൗഹാനാണെന്ന കാര്യം ഓർത്തിരിക്കുക. ശിവരാജ് സിംഗ് ചൗഹാൻ. നമ്മൾ അടുത്ത ചോദ്യം, തെലങ്കാന സർക്കാർ പുരസ്കാരം നേടിയ മലയാളി നടനും നടിയും ആരെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഈ അടുത്ത് തെലങ്കാന സർക്കാർ നൽകിയ പുരസ്കാരത്തിൽ മലയാളി നടനും നടിയും ഇടം പിടിച്ചിട്ടുണ്ട്. അത് ആരെല്ലാമെന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ദുൽഖർ സൽമാനാണ്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചു. തെലങ്കാന സർക്കാർ പുരസ്കാരത്തിന് അർഹരായ മലയാളി നടനാണ് ആര്? ദുൽഖർ സൽമാൻ എന്ന പേര് ഓർത്തിരിക്കുക. നമ്മളോട് പരിചയപ്പെടുന്ന പേര് ദുൽഖർ സൽമാൻ. അപ്പോൾ ദുൽഖർ സൽമാന് എന്താണ് ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത്. ലക്കി ഭാസ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട്. നടിയായിട്ട് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നിവേദ തോമസിനാണ്. അപ്പോൾ മറ്റൊരു പുരസ്കാരം കിട്ടിയിരിക്കുന്നത് നിവേദ തോമസിനാണ്. നമ്മളോട് പറഞ്ഞത് തെലങ്കാന സർക്കാർ പുരസ്കാരത്തിന് അർഹരായ മലയാളി നടീനടന്മാർ. അതിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം ദുൽഖർ സൽമാനും മികച്ച നടിക്കുള്ള പുരസ്കാരം നിവേദ തോമസിനും ലഭിച്ചു എന്ന കാര്യം ഓർത്തിരിക്കുക. ഇത് ഒന്ന് ഓർത്തു വെച്ചാൽ പരീക്ഷ എളുപ്പം ചോദിക്കാവുന്നതാണ്. ഇനി അടുത്ത ഫിഷറീസ് സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലർ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ചോദിക്കാം. ഡോക്ടർ എ ബിജുകുമാറാണ്. ഫിഷറീസ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആയിരുന്നു ചോദിച്ചാൽ ഡോക്ടർ എ ബിജുകുമാർ എന്ന കാര്യം ഓർത്തിരിക്കുക. ഡോക്ടർ എ ബിജുകുമാർ എന്ന പേര് ഓർത്തിരിക്കുക. അപ്പോൾ ഫിഷറീസ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ആയിരുന്നു ചോദിച്ചാൽ ഡോക്ടർ എ ബിജുകുമാർ ആണെന്ന കാര്യം ഓർത്തി. ഇനി അടുത്തത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് മെഡൽ പട്ടികയിൽ ഒന്നാമതാരാണ് രണ്ടാമതാരാണെന്ന് അറിഞ്ഞിരിക്കണം. ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ചൈനയാണ്, രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2025 നടന്ന ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് മെഡൽ പട്ടികയിൽ ഒന്നാമത് ചൈന, രണ്ടാമത് ഇന്ത്യയാണ്. കേന്ദ്ര സർക്കാർ മിനിരത്ന പദവി അനുവദിക്കുന്ന 3 പ്രതിരോധ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ ചോദ്യം. ഇവിടെ ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒന്ന് മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ്, MIL എന്ന് ചുരുക്കനാമത്തിൽ പറയും. 2 അർമേർഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡാണ്, AVNL. മൂന്നാമത്തത് ഇന്ത്യ ഓപ്റ്റൽ ലിമിറ്റഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ മിനിരത്ന പദവി അനുവദിക്കുന്ന 3 പ്രതിരോധ കമ്പനികളുടെ പേരാണ്. അപ്പോൾ ഈ അടുത്ത് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ പറഞ്ഞ 3 പ്രതിരോധ കമ്പനികൾക്ക് മിനിരത്ന സ്റ്റാറ്റസ് നൽകാനായിട്ട്. അതിൽ ഒന്നാമത്തേൻ്റെ പേര് നമ്മൾ ഇവിടെ പരിചയപ്പെട്ട് കഴിഞ്ഞു, മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ്, MIL.
രണ്ടാമത്തേൻ്റെ പേര് ആർമേഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡ് AVNL. മൂന്നാമത്തേൻ്റെ പേര് ഇന്ത്യൻ ഓപ്റ്റൽ ലിമിറ്റഡ് IOL. ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ന്യൂവാൾസ് ഇതിൻ്റെ വൈസ് ചാൻസലർ ആരെന്നാണ് നമ്മുടെ ചോദ്യം. അതായത് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിന് പുതിയ വൈസ് ചാൻസലർ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് GB റെഡ്ഡി. നമ്മുടെ പേര് ഓർത്തിരിക്കുക, GB റെഡ്ഡി എന്നാണ് ഈ ഒരു സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ. നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ്, നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് ന്യൂവാൾസ്, അതിൻ്റെ പുതിയ വൈസ് ചാൻസലർ ആരെന്ന് ചോദിച്ചാൽ GB റെഡ്ഡിയാണ്. GB റെഡ്ഡി. അടുത്ത ചോദ്യം 2025 മെയ് പ്രകാരം അടുത്തിടെ കേരള സർക്കാർ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത് എന്തിനെ എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ ഉത്തരം കൊച്ചി പുറംകടലിലെ കപ്പൽ MSC എൽസ 3 മുങ്ങിയ അപകടത്തെയാണ് നമ്മൾ 2025 മെയ് പ്രകാരം അടുത്തിടെ കേരള സർക്കാർ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ കൊച്ചി പുറംകടലിലെ കപ്പലിൻ്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. MSC എൽസ 3. ഇത് മുങ്ങിയ അപകടമാണ് ഈ അടുത്ത് കേരള സർക്കാർ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത്. അന്ന് നോട്ട് ചെയ്തുക. കപ്പലിൻ്റെ പേര് ഓർക്കുക, MSC എൽസ 3 ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം സൗരോർജ്ജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതെന്നാണ്. ഉത്തരമായിട്ട് വരുന്നത് ദാമൻ ആൻഡ് ദിയു ഉണ്ടല്ലോ, അതിലെ ദിയു ഓർത്തിരിക്കുക. അപ്പോൾ സൗരോർജ്ജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് ദിയു എന്ന പേര് ഓർത്തിരിക്കുക. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ ബ്രിഡ്ജ് ഏതാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ ബ്രിഡ്ജ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ ബ്രിഡ്ജ് ചോദിച്ചാൽ അത് നോണി ബ്രിഡ്ജ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. നോണി ബ്രിഡ്ജ് എന്ന പേര് ആണ് ഇവിടെ നമുക്ക് ഓർത്തിരിക്കേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യം സാഗർ പരിക്രമണ 2 ഭാഗമായിട്ട് പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ഇന്ത്യൻ നേവി വനിതകൾ ആരെല്ലാം. നമ്മൾ ഇതിനു മുമ്പ് ഇത് പഠിച്ചിരുന്നു. അവിടെ നമ്മൾ ദിൽന എന്നൊരു പേര് പഠിച്ചു. ദിൽന മലയാളിയാന്നൊക്കെ പറഞ്ഞ് പഠിച്ചിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക. സാഗർ പരിക്രമണ 2 അതിൻ്റെ ഭാഗമായിട്ട് പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ഇന്ത്യൻ നേവി വനിതകൾ. ഒന്നാമത്തെ പേര് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, K ദിൽന എന്ന പേര് ഓർത്തിരിക്കുക. ഒന്നാമത്തെ പേര് നമ്മൾ പഠിച്ചത് K ദിൽനയാണ്. രണ്ടാമതായിട്ട് ഓർത്തിരിക്കേണ്ട പേര് രൂപ ആണ്. രൂപ എന്ന പേരാണ് രണ്ടാമതായിട്ട് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത് സാഗർ പരിക്രമണ 2 ഭാഗമായിട്ട് പായ്വഞ്ചി ലോകം ചുറ്റിയ ഇന്ത്യൻ നേവി വനിതകൾ K ദിൽന, അതുപോലെ രൂപ എന്നീ പേരുകൾ ഓർക്കുക. അടുത്ത ചോദ്യം 2024-25 ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന കാര്യം ഓർത്തിരിക്കുക. ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 2024-25 ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. കർണാടകയുടെ വനം വന്യജീവി അംബാസിഡറായിട്ട് തിരഞ്ഞെടുത്ത ആരെയാണ്? കർണാടകയുടെ വനം വന്യജീവി അംബാസിഡറായിട്ട് നിയമിതനാക്കിയത് നമ്മുടെ അനിൽ കുംബ്ലെയാണ്. ക്രിക്കറ്റ് താരമായിട്ടുള്ള അനിൽ കുംബ്ലെനെയാണെന്ന കാര്യം ഓർത്തിരിക്കുക. ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. അനിൽ കുംബ്ലെ എന്ന പേര് ഓർത്തിരിക്കുക. നമ്മൾ അടുത്ത ചോദ്യം ISSF വേൾഡ് ജൂനിയർ ലോകകപ്പ് മെഡൽ നിലയിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ്. ISSF വേൾഡ് ജൂനിയർ ലോകകപ്പ് മെഡൽ നിലയിൽ ഒന്നാമത് ഇന്ത്യയാണെന്ന കാര്യം ഓർക്കണം. നമ്മുടെ അടുത്ത ചോദ്യമായിട്ട് ഇവിടെ നൽകിയത് ചിഹ്നഗ്രഹത്തിൽ നിന്ന് സാമ്പിളുകൾ വീണ്ടെടുത്ത് ഗവേഷണത്തിനായുള്ള രാജ്യത്തിൻ്റെ ആദ്യ ടിയാൻവൻ 2 ദൗത്യത്തിനായി ഒരുങ്ങുന്ന രാജ്യം ഏതാണ്? ചിഹ്നഗ്രഹത്തിൽ നിന്നും സാമ്പിളുകൾ വീണ്ടെടുത്ത് ഗവേഷണത്തിനായുള്ള രാജ്യത്തിൻ്റെ ആദ്യ ടിയാൻവൽ 2 ദൗത്യത്തിനായിട്ട് ഒരുങ്ങുന്ന രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. ആ ചിഹ്നഗ്രഹമാണ് 2016 HOP എന്ന് പറയുന്നത്. 2016 HOP എന്ന് പറയുന്ന ചിഹ്നഗ്രഹമാണ്. അപ്പോൾ ചിഹ്നഗ്രഹത്തിൽ നിന്നും സാമ്പിളുകളൊക്കെ വീണ്ടെടുത്തിട്ട് ഗവേഷണത്തിനായുള്ള രാജ്യത്തിൻ്റെ ആദ്യ ടിയാൻവൽ 2 ദൗത്യത്തിനായിട്ട് ഒരുങ്ങുന്ന രാജ്യം ചൈനയാണ്. അപ്പോൾ ടിയാൻവൽ 2 എന്ന് പറയുന്ന ദൗത്യത്തിൻ്റെ പേരും ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ചിഹ്നഗ്രഹത്തിൻ്റെ സാമ്പിളുകളൊക്കെ വീണ്ടെടുത്ത് ഗവേഷണത്തിനായുള്ള രാജ്യത്തിൻ്റെ ആദ്യ ടിയാൻവൽ 2 ദൗത്യത്തിനായിട്ട് ഒരുങ്ങുന്ന രാജ്യം ചൈനയാണ്.
അടുത്ത ചോദ്യം, 2024-25 രാജ്യത്തെ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനത്തിൽ എത്ര ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ 6.6%. അപ്പോൾ 2024-25 രാജ്യത്തെ ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ എത്ര ശതമാനമാണ് വളർച്ച രേഖപ്പെടുത്തിയത്? 6.6% വളർച്ചയാണ്. അടുത്ത ചോദ്യം, എവറസ്റ്റ് ദിനം എന്നാണ്. എവറസ്റ്റ് ദിനം ചോദിച്ചാൽ മെയ് 29 മെയ് 29 എവറസ്റ്റ് ദിനമാണ്. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്, നമ്മൾ പഠിച്ചിരുന്നു. മെയ് 29 എവറസ്റ്റ് ദിനമാണെന്ന് ആര് ഓർത്തിരിക്കുക. ഇനി ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യത്തെ പഷ്മിന ആട് എന്നാണ് നമ്മുടെ ചോദ്യം. ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യത്തെ പഷ്മിന ആട്, അതിൻ്റെ പേരാണ് നൗറി. നൗറി എന്നാണ് പേര്. പഷ്മിന ആട് നൗറിയാണ്. 6 കിലോഗ്രാം റെസൊല്യൂഷനോടെ ലോകത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ അൾട്രാ ഹൈ റെസൊല്യൂഷൻ കാലാവസ്ഥ മോഡലിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞത് 6 കിലോമീറ്റർ റെസൊല്യൂഷനിലൂടെ ലോകത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ അൾട്രാ ഹൈ റെസൊല്യൂഷൻ കാലാവസ്ഥ മോഡലാണ് ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഭാരത് കാസ്റ്റിംഗ് സിസ്റ്റം, ഇതാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. VFS എന്നാണ് ചുരുക്കനാമത്തിൽ അറിയപ്പെടുന്നത്. ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം ഇതാണ് എന്ത്? 6 കിലോമീറ്റർ റെസൊല്യൂഷനോടെ ലോകത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ അൾട്രാ ഹൈ റെസൊല്യൂഷൻ കാലാവസ്ഥ മോഡൽ. നമ്മൾ അടുത്ത ചോദ്യം, രാജ്യത്തെ കർഷകരുമായിട്ട് ശാസ്ത്രജ്ഞരും വിദഗ്ധരും നേരിട്ട് സമ്പാദിക്കുന്ന പദ്ധതിയുടെ പേരാണ് വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ. വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ എന്ന് പറയുന്ന പദ്ധതി 6 കിലോമീറ്റർ റെസൊല്യൂഷനോടെ ലോകത്ത് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ അൾട്രാ ഹൈ റെസൊല്യൂഷൻ കാലാവസ്ഥ മോഡൽ ഏതാണെന്ന് വെച്ചാൽ ഭാരത് ഫോർകാസ്റ്റിംഗ് സിസ്റ്റം എന്നാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. പിന്നെ നമ്മൾ പഠിച്ചത് ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യ പഷ്മിന ആട് ഏതാണെന്ന് വെച്ചാൽ നൗറിയാണ്. എവറസ്റ്റ് ദിനം മെയ് 29 അടുത്ത തലമുറയിലെ 2 സീറ്റർ ഇലക്ട്രിക് പരിശീലന വിമാനമായ ഹൻസ വികസിപ്പിക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ച രാജ്യം ചോദിച്ചാൽ അത് ഇന്ത്യയാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത തലമുറയിലെ 2 സീറ്റർ ഇലക്ട്രിക് പരിശീലന വിമാനമായ ഹൻസ വികസിപ്പിക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിച്ച രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. അടുത്തത്, ഓരോ ഭൂഖണ്ഡത്തിലെയും ഏറ്റവും ഉയരമുള്ള കൊടുമുടി കീഴടക്കി 7 സബ്മിറ്റ്സ് ചലഞ്ച് പൂർത്തിയാക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഓരോ ഭൂഖണ്ഡത്തിലെയും ഏറ്റവും ഉയരമുള്ള കൊടുമുടി കീഴടക്കിയിട്ട് 7 സബ്മിറ്റ്സ് ചലഞ്ച് പൂർത്തിയാക്കിയ പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് വിശ്വനാഥ് കാർത്തികേയാണ്. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വിശ്വനാഥ് കാർത്തികേയാണ്. വിശ്വനാഥ് കാർത്തികേയ് എന്നതാണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പിയർ പാലം എവിടെയാണെന്നാണ് നമ്മുടെ ചോദ്യം. അവിടെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു, നോണി ബ്രിഡ്ജ് ആണെന്ന് പഠിച്ചിരുന്നു. ഇത് എവിടെയാണെന്നാണ് നമ്മളിവിടെ ഒന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മണിപ്പൂരിലാണ്. നോണി ബ്രിഡ്ജ് എവിടെയാണെന്ന് വെച്ചാൽ മണിപ്പൂരിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. നോണി ബ്രിഡ്ജ് മണിപ്പൂരിലാണെന്ന കാര്യം ഓർക്കണം. പ്രഥമ MP വീരേന്ദ്രകുമാർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് പാണ്ഡുരംഗ ഹെഗ്ഡെക്കാണ്. ആർക്കാണ്? പാണ്ഡുരംഗ ഹെഗ്ഡെക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക. പാണ്ഡുരംഗ ഹെഗ്ഡെക്കാണ്. അടുത്ത ചോദ്യം, വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആരംഭിക്കുന്ന ദേശീയ പ്രചരണ പരിപാടിയാണ്. അപ്പോൾ വികസിത് കൃഷി സങ്കല്പ് അഭിയാൻ എന്ന് പറയുന്ന ദേശീയ പ്രചരണ പരിപാടി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഐക്കറുമായിട്ട്, ICAR-ഉമായിട്ടാണ്. ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യം ഇതാണ്, 2025 മെയ് മാസത്തിൽ വിഴിഞ്ഞത്തെത്തിയ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പൽ ഏതാണ്? കണ്ടെയ്നർ കപ്പലാണ് MSC അറീന എന്ന പേര് ഓർത്തിരിക്കുക. MSC അറീന എന്ന പേര് ഓർത്തിരിക്കണം. അടുത്തത്, ആസിയാൻ ഉച്ചകോടി നടന്നത് 2025 ആസിയാൻ വാർഷിക ഉച്ചകോടി നടന്നത് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ ഉത്തരം മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ചിട്ടാണ്. മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ചിട്ടാണ്. ഇതെവിടെയാണ്? മലേഷ്യയിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആസിയാൻ വാർഷിക ഉച്ചകോടി 2025
മലേഷ്യയിലെ കോലാലംപൂർ വെച്ചാണ് നടന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിക്കാൻ 12 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന രാജ്യം ഏതാണ്? ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത സൂപ്പർ കമ്പ്യൂട്ടറൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 12 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ ചൈന തന്നെയാണ്. ചൈനയാണ് ഉത്തരമായിട്ട് വരുന്നത്. ടാറ്റ എയർബസിൻ്റെ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ യൂണിറ്റ് എവിടെയാണ് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അത് കർണാടകയിലാണ്. എവിടെയാണ്? കർണാടകയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത ഓഡി ഇന്ത്യയുടെ അംബാസിഡറായിട്ട് നിയമിച്ചത് ആരെയാണ്? ഓഡി ഇന്ത്യയുടെ അംബാസിഡറായിട്ട് വന്നത് നീരജ് ചോപ്രേനെയാണ്. ഓഡി ഇന്ത്യയുടെ അംബാസിഡർ ആരാണ്? നീരജ് ചോപ്രയാണെന്ന കാര്യം ഓർത്തിരിക്കുക. 2025 ഏഷ്യ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ഇവിടെ ചോദിച്ചത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു 2025 ഏഷ്യ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാമത് ചൈനയാണ്, രണ്ടാമത് മെഡൽ പട്ടികയിൽ ഇന്ത്യയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് വേദിയാണ്. വേദി ദക്ഷിണ കൊറിയയാണ്. ഇനി ദക്ഷിണ കൊറിയയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുമിയിൽ വെച്ചിട്ടാണെന്ന കാര്യം ഓർത്തിരിക്കുക. നമ്മുടെ പുതിയ മാർപ്പാപ്പ 267ാമത് മാർപ്പാപ്പയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ലിയോ 14 എന്നാണ്. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന പേര് ലിയോ 14 എന്ന പേരിലാണ്. അദ്ദേഹം അറിയപ്പെടുന്ന USA-കാരനാണ് അദ്ദേഹം എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യമായിട്ട് നമ്മളിവിടെ പരിചയപ്പെടുന്നത് അണുബോംബ് പരീക്ഷണത്തിനായി US ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? അണുബോംബ് പരീക്ഷണത്തിനായിട്ട് US ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ ഉത്തരമായിട്ട് വരേണ്ടത് മൻഹാറ്റൻ പ്രോഗ്രാം എന്നാണ്. എന്താണ് മൻഹാറ്റൻ പ്രോഗ്രാം. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയത്? ഉത്തരമായിട്ട് വരുന്ന കാമി റീത്തയാണ്. 31 തവണ അവർ എവറസ്റ്റ് കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയത് കാമി റീത്തയാണ്. ഈ അടുത്ത് അന്തരിച്ച ഒരു ഫുട്ബോൾ താരമാണ് ഓസ്റ്റിൻ റെക്സ്. എന്താണ് പേര്? ഓസ്റ്റിൻ റെക്സ്. ഇദ്ദേഹം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വെച്ചാൽ ഫുട്ബോളാണ്. നമ്മുടെ കേരളത്തിൻ്റെ കളിക്കാരൻ കൂടിയാണ് ഇദ്ദേഹം. ഓസ്റ്റിൻ റെക്സ് ഫുട്ബോൾ താരം, കേരളക്കാരൻ. അദ്ദേഹം ഈ അടുത്ത് അന്തരിച്ചു എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇദ്ദേഹം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 48ഓളം കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കൂടുതൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.